Hi friends, Pinnacle Academy സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയറിലെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് വർക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നതാണ്. വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡെഫിനിഷൻ എന്താണ്? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് എന്താണ്? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ വർക്കിന് നമ്മൾ എന്ത് ഡെഫിനിഷൻ ആണ് കൊടുക്കുന്നത്? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഗുണിതം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ പണ്ട് വരെ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വർക്ക് പഠിക്കുന്നത് എന്തല്ല? പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് അല്ല, പകരം മറ്റൊരു ഡെഫിനിഷൻ ആണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? വർക്കിന് പഠിക്കുന്നത്. ആദ്യം ഞാൻ വർക്ക് എന്താണെന്ന് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. വർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു വസ്തുവിന് എന്ത് കൊടുക്കുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഒരു വർക്ക് ചെയ്തു. അപ്പൊ ഒരു വസ്തുവിന് നമ്മൾ ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് ആ വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്തെന്ന് പറയും. ഓക്കെ, ഈ വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്? ഈ വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ബോഡി, ആ ബോഡിയുടെ മാസ് എന്താണ്? മാസ് എം ആണ്. ഈ ബോഡിക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? എഫ് ആണ്. ഈ ബോഡി ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്തു? കവർ ചെയ്തു. എക്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്തു? കവർ ചെയ്തെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. കൂടുതൽ ദൂരം അത് പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു പറയും? വർക്ക് ചെയ്യുന്ന പറയും. ഇതാണ് നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഹയർ സെക്കൻഡറി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു പ്രത്യേകത, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്താണ്? ഒരേ ഡയറക്ഷനിലാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. പക്ഷെ ഹയർ സെക്കൻഡറി വന്നപ്പോൾ നമ്മൾ പഠിച്ചു ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാവണം നിർബന്ധമൊന്നുമില്ല. ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ബോഡി, ഈ സെയിം ബോഡി തന്നെ എടുക്കുന്നു. ഈ ബോഡിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് കൊടുക്കുന്നു. ഈ ബോഡിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഞാൻ ഇങ്ങോട്ടേക്കാണ് ബോഡിനെ എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത്. പക്ഷെ ബോഡി നീങ്ങിയത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. ഫോഴ്സ് കൊടുത്തത് ഇങ്ങോട്ടേക്കാണ്. ബോഡി നീങ്ങിയത് എങ്ങനെയാണ്? ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്തത്? ബോഡി നീങ്ങിയത്. ഈ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്താണ്? തീറ്റയാണ്. ഇവിടെ നമുക്ക് വർക്ക് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്നു, ബോഡി ഡിസ്പ്ലേസ് ചെയ്ത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. ഇവിടെ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് കഴിഞ്ഞാൽ അതെന്താണ്? തെറ്റാണ്. കാരണം ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ബോഡിനെ ഇങ്ങോട്ടേക്ക് നീക്കിയ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു? റിസോൾവ് ചെയ്യുന്നു. ഫോഴ്സിനെ 2 കമ്പോണന്റ് ആക്കി മാറ്റാം. ഓക്കെ, ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കമ്പോണന്റ് ഇങ്ങോട്ട് വരും, ഒരു കമ്പോണന്റ് എങ്ങോട്ട് കിട്ടും? ഇങ്ങോട്ടേക്ക് കിട്ടും. നമ്മൾ പഠിച്ചാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ, അല്ലെങ്കിൽ എന്റെ വീഡിയോ ലെക്ചർ കണ്ടാൽ മതി. മോസ്റ്റ് ലോങ് പ്ലേ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ തീറ്റ എവിടെ കിടക്കുന്നു? അവിടെ എന്തായിരിക്കും വരുന്നത്? കോസ് കമ്പോണന്റ്. ഫോഴ്സ്, അപ്പൊ എഫ് കോസ് തീറ്റ ഇവിടെ വരും. ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഫോഴ്സിന്റെ സൈൻ കമ്പോണന്റ് എസ് എന്താണ്? സൈൻ തീറ്റ. ഇനി നമുക്ക് പറയാൻ പറ്റും ഈ ബോഡിനെ ഇങ്ങോട്ടേക്ക് നീക്കിയത് ഏത് ഫോഴ്സ് ആണ്? എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് ആണ് ബോഡിനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്ത് നീക്കിയത്. എങ്കിൽ നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ എങ്ങനെ പറയാം? വർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ശ്രദ്ധിക്കുക, വർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എന്താണ്? ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. വെറും ഫോഴ്സ് അല്ല. ഇവിടെ നമ്മൾ വെറും ഫോഴ്സ് ആണ് പഠിച്ചത്. ഇവിടെ നോക്കിക്കേ, എങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. വർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എന്താ വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റോട് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനോട് കൊടുക്കുന്ന ഫോഴ്സിനെ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക? ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾക്ക് വർക്കിനെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഹയർ സെക്കൻഡറി നമ്മൾ വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്? വർക്ക് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ്. ഈ സാധനമാണ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലോട്ടുള്ള ഫോഴ്സ് ഇൻറ്റു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എന്തല്ല? വെക്ടർ അല്ല. കാരണം ഞാൻ ഫോഴ്സ് കൊടുത്തത് ഇങ്ങോട്ടേക്കാണ്,
പക്ഷേ ബോഡി മൂവ് ചെയ്ത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. ഞാൻ ഫോഴ്സ് കൊടുത്ത് ഇങ്ങോട്ടേക്കാണ്, പക്ഷെ ബോഡി മൂവ് ചെയ്ത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി അല്ല, ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പൊ ചില കുട്ടികൾ സംശയം ചോദിക്കും, അപ്പൊ ഞാൻ ബോഡിക്ക് ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ട് തന്നെ ആയിരിക്കും? അങ്ങോട്ട് തന്നെ ആയിരിക്കത്തില്ലേ? ഓക്കെ, ഈ കേസിൽ അങ്ങനെ അല്ലല്ലോ. ഓക്കെ, വെക്ടർ എന്ന് പറയുന്ന എല്ലാ കണ്ടീഷനിലും വെക്ടറിന്റെ സ്വഭാവം എന്ത് ചെയ്യണം? കാണിക്കണം. അല്ലാതെ ഇവിടെ മാത്രം സാറ്റിസ്ഫൈ ചെയ്തിട്ട് എന്തില്ല, കാര്യമില്ല. എല്ലായിടത്തും എന്ത് ചെയ്യണം? ആ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, ഇത് നമുക്ക് എന്ത് വിളിക്കാം? വെക്ടർ എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് വർക്ക് എടുത്തപ്പോഴത്തേക്കും ഇവിടെ വർക്ക് എന്തിന്റെ സ്വഭാവം കാണിച്ചില്ല? വെക്ടറിന്റെ സ്വഭാവം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും, പ്യുവർ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. ഓക്കെ, ഇനി ഈ എഫ് കോസ് തീറ്റ ഇൻറ്റു എക്സിനെ ഞാൻ സിംബോളിക്കലായിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എന്താണ്? എക്സ്. അപ്പൊ എഫ് ഡോട്ട് എക്സിനെ അല്ലെങ്കിൽ വർക്ക് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഇതിനെ സിംബോളിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എഫ് ഡോട്ട് എക്സ് വെച്ച് എന്താണ്? എഫ് എക്സ് എന്താണ്? കോസ് തീറ്റ. ഇപ്പൊ ഉദാഹരണത്തിന് എ ഡോട്ട് ബി, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി സീകൾ എന്തായിരിക്കും? എ ബി എന്ന് വെച്ചാൽ എന്താണ്? വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്. ബി എന്ന് വെച്ചാൽ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എന്തായിരിക്കും? എയുടെയും ബിയുടെയും ഇടക്കുള്ള ആംഗിൾ. ഇത് വെക്ടർ എയും ഇതെന്താണ്? വെക്ടർ ബിയും ആണെങ്കിൽ എ ഡോട്ട് ബി എങ്ങനെ ചെയ്യുന്നത്? മോഡുലസ് ഓഫ് വെക്ടർ ഇൻറ്റു വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എന്തായിരിക്കും? കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വർക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് എന്താണ്? ഫോഴ്സ് ആൻഡ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് വെക്ടറിന്റെയും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെയും സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്ക് എന്ന് വിളിക്കുന്നത്. വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. എന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ജൂൾ ആണ്. വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട്. എന്താ ഫോഴ്സിന്റെ യൂണിറ്റ്? ന്യൂട്ടൺ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ്? മീറ്റർ. ന്യൂട്ടൺ മീറ്ററും എന്തിന്റെ യൂണിറ്റ് തന്നെയാണ്? വർക്കിന്റെ യൂണിറ്റ് തന്നെയാണ്. ഇനി വർക്കിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? നമുക്കറിയാം ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റൈസ് ടു എന്താണ്? -2 ആണ്. എന്താ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ? എൽ. അപ്പോൾ എന്തായിരിക്കും വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്? വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു എന്തായിരിക്കും? -2 ആയിരിക്കും വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തിനെ കുറിച്ചാണ്? വർക്കിനെ കുറിച്ചാണ്. വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എഫ് ഡോട്ട് എക്സ് അല്ലെങ്കിൽ എഫ് എക്സ് എന്താണ്? കോസ് തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ കണ്ടുപിടിക്കുന്നത്? വർക്കിനെ കണ്ടുപിടിക്കുന്നത്. ഈ ആംഗിളിന്റെ ബേസിൽ നമുക്ക് വർക്കിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, അതുപോലെ എന്താണ്? സീറോ വർക്ക്. അതിനു മുമ്പ് നിങ്ങൾക്ക് കോസ് ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കോസ് ഫംഗ്ഷനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ടൈപ്പ് ഓഫ് വർക്കിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിസ്കസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കുക, ഞാൻ കോസിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ വരക്കാൻ പോകുന്നത്. കോസ് തീറ്റയുടെ ഗ്രാഫാണ് വരക്കാൻ പോകുന്നത്. കോസ് തീറ്റയുടെ ഗ്രാഫ്. അപ്പൊ y ആക്സിസിൽ നിങ്ങൾ എന്തിനെ വരക്കുക? കോസ് തീറ്റേനെയും. എക്സ് ആക്സിസിൽ നിങ്ങൾ എന്തിനെ വരക്കുക? തീറ്റേനെയും വരയ്ക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ ആംഗിൾ എന്തെടുക്കുക? സീറോ എന്ന് വിളിക്കുക. ആംഗിൾ സീറോ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ കോസ് സീറോ എന്ന് പറയുന്നത് എത്ര വാല്യൂ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പൊ കോസ് സീറോ എന്താണ്? 1 ആയിരിക്കും. ഇനി തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ കോസ് തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ കോസ് 180 എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പൊ നേരെ ഗ്രാഫ് എങ്ങോട്ട് പോകും? 1ൽ നിന്ന് എങ്ങോട്ടേക്കാ പോകുന്നത്? -1. ഓക്കെ, നമുക്ക് 180 വരെയുള്ള ആംഗിൾ എടുത്താൽ മതി, ബാക്കിയുള്ള ആംഗിൾ നമുക്ക് കാര്യമില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, കോസിന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ആംഗിൾ 0 മുതൽ 90 ഡിഗ്രി വരെ കോസിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ 90 മുതൽ 180 വരെ കോസിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി 90 കോസിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്? കോസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് വർക്കിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3 ആയിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ വർക്കാണ് പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, പോസിറ്റീവ് വർക്ക് ടൈപ്പ് ഓഫ് വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തെ വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്ക്. ഓക്കെ, പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എന്തിനും ഇടയിലായിരിക്കണം നിൽക്കേണ്ടത്? 0യുടെയും 90യുടെയും ഇടയിലായിരിക്കണം. ഓക്കെ, 0യിനേക്കാൾ കൂടുതലായിരിക്കണം. 0 ആയാലും കുഴപ്പമൊന്നുമില്ല. 90യിനേക്കാൾ എന്തായിരിക്കണം? കുറവായിരിക്കണം. ഇതാണ് പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് വർക്കിന്റെ എക്സാമ്പിൾ ആണ് നമ്മളൊരു വസ്തുവിനെ പിടിച്ച് വലിക്കുന്നു.
അതുപോലെ തന്നെ ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, തെള്ളുന്നു. ഈ രണ്ട് കേസിലും ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു വസ്തുവിന് ഇങ്ങനെ വലിച്ചാലും ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തിന്റെ ഇടയിൽ നിൽക്കും? 90ന്റെയും 0യുടെ എന്തായിരിക്കും? 90യുടെയും 0യുടെ എന്തായിരിക്കും? ഇടയിലായിരിക്കും. ഈ വർക്കും എന്ത് വർക്കാണ്? പോസിറ്റീവ് വർക്കാണ്. അപ്പൊ പോസിറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ ആംഗിൾ എവിടെ നിൽക്കണം? 0യുടെയും 90ന്റെയും എന്തായിരിക്കണം? ഇടയിലായിരിക്കണം. അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? പുഷ് ഓർ പുൾ. എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ പോസിറ്റീവ് വർക്കിന് എന്താണ്? എക്സാമ്പിൾ ആണ്. അടുത്ത വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്ക് അല്ലെ? ഓക്കെ, നെഗറ്റീവ് വർക്ക് നമുക്ക് എന്താ നോക്കാം? നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്, ഓക്കെ, നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ എന്തിനും എന്തിനിടയിരിക്കണം? 90നേക്കാൾ കൂടുതലായിരിക്കണം, 180നേക്കാൾ എന്തായിരിക്കണം? കുറവായിരിക്കണം. 180 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആംഗിൾ എവിടെ ലൈ ചെയ്യണം? ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് 90നേക്കാൾ എന്തായിരിക്കണം? കൂടിയിരിക്കണം. 90 ആകാൻ പാടില്ല. പിന്നെ 180നേക്കാൾ എന്തായിരിക്കണം? കുറവായിരിക്കണം. 180 ആയാലും എന്തില്ല? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഒരു ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ ഈ ആംഗിൾ 90ക്കും 180ക്കും ഇടയിലാണെങ്കിൽ ഇങ്ങനെയുള്ള വർക്കിനെ വിളിക്കുന്ന പേരെന്താണ്? നെഗറ്റീവ് വർക്കാണ്. ഒരു നെഗറ്റീവ് വർക്കിന്റെ എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിക്കുക. ഒരു ബോഡി ഒരു ഫ്രിക്ഷൻ ഉള്ള സർഫസിലൂടെ മൂവ് ചെയ്യുന്നു. അപ്പൊ ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? അല്ലെ, ഇങ്ങോട്ടേക്കാണ് ബോഡി എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ബോഡിയിൽ സർഫസിനും ഈ ബോഡിക്കും ഇടയിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. എന്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഫ്രിക്ഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബോഡി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എന്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഫ്രിക്ഷന്റെ എന്തെന്ന് പറയുന്ന ഡയറക്ഷൻ. നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒപ്പോസിംഗ് ഫോഴ്സ് ആണ്. മോഷനെ എന്ത് ചെയ്യുന്നതാണ്? ഒപ്പോസ് ചെയ്യുന്നതാണ്. അപ്പൊ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് മുന്നോട്ടാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? പുറകിലോട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. ഈ കണ്ടീഷനിൽ ഈ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ എന്താണ്? ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്കാണ്. തീർന്നില്ല. നമ്മളിപ്പോ ഒരു ബോഡിനെ മുകളിലോട്ട് എന്ത് ചെയ്യുന്നു? പൊക്കിക്കൊണ്ടു പോകുന്നു. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? താഴോട്ടാണ്. ഒരു ബോഡീനെ നമ്മൾ മുകളിലോട്ട് എന്ത് ചെയ്യുന്നു? ലിഫ്റ്റ് ചെയ്യുന്നു. ഈ പേരെയാണ് ഞാൻ മുകളിലോട്ട് എന്ത് ചെയ്യുന്നു? ലിഫ്റ്റ് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. കാരണം ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത് അങ്ങോട്ടേക്കാണ്, ബോഡി നീങ്ങുന്നത് എങ്ങോട്ടേക്കാണ്? അങ്ങോട്ടേക്കാണ്. പക്ഷേ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? താഴോട്ടാണ്. ബോഡി പോകുന്നത് എങ്ങോട്ടേക്കാണ്? മുകളിലോട്ടാണ്. എങ്കിൽ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, ഒരു ബോഡി മുകളിലോട്ട് പോകുന്ന ബോഡിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്കാണ്. ഇനി അടുത്ത വർക്കാണ് എന്തെന്ന് പറയുന്നത്? സീറോ വർക്ക് എന്ന് പറയുന്നത്. സീറോ വർക്ക് എന്താണെന്ന് നോക്കാം. സീറോ വർക്ക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. സീറോ വർക്ക് എന്താണെന്ന് അറിയോ? സീറോ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കിയേ, ആംഗിൾ എത്ര ഡിഗ്രി ആണ്? തീറ്റ 90 ഡിഗ്രി ആയാൽ കോസ് 90 എന്താണ്? 0 ആണ്. അപ്പൊ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിലും വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ പറയാൻ നോക്കിക്കേ. ഞാൻ ഈ ബോർഡിനെ പിടിച്ച് തള്ളുന്നു. ബോർഡ് എന്ത് ചെയ്യുന്നില്ല? അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കണം. ഇവിടെ ബോഡിക്ക് എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. എങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? 0 വർക്ക് ആയിരിക്കും. അപ്പോൾ 0 വർക്കിന് എക്സാമ്പിൾ നമ്മളൊരു ഭിത്തിയെ പിടിച്ച് എന്ത് ചെയ്യുന്നു? തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ ഭിത്തി എന്ത് ചെയ്യുന്നില്ല? ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. അതെന്തിന് എക്സാമ്പിൾ ആണ്? 0 വർക്കിന് എക്സാമ്പിൾ ആണ്. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ. ഒരാള് ഒരു കൊട്ടക്കകത്ത് എന്തോ തേങ്ങയോ മാങ്ങയോ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? താഴോട്ടായിരിക്കും. ബോഡി മൂവ് ചെയ്യും. ഇയാൾ എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? അങ്ങോട്ടേക്കല്ലേ? ഇയാൾ നീങ്ങുന്നത് അങ്ങോട്ടേക്കാണ്. ഗ്രാവിറ്റി ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? താഴോട്ടായിരിക്കും. അപ്പൊ ഇയാള് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് എന്ത് വർക്കായിരിക്കും? 0 വർക്കായിരിക്കും. ഇദ്ദേഹം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് എന്താണ്? 0 വർക്കാണ്. അപ്പൊ ഒരു ലോഡ് ക്യാരി ചെയ്യുന്ന മാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. അതെന്ത് വർക്കായിരിക്കും? 0 വർക്കായിരിക്കും. ഇതാണ് ടൈപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, വർക്ക് 3 തരമുണ്ട്. നെഗറ്റീവ് വർക്കും പോസിറ്റീവ് വർക്കും അതുപോലെ 0 വർക്കും. 0 വർക്ക് എന്ന് പറയുന്ന ആംഗിൾ എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതുപോലെ തന്നെ പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്ന ആംഗിൾ 0യ്ക്കും 90ക്കും എന്തായിരിക്കും? ഇടയിലായിരിക്കും. 90 ആകാൻ പാടില്ല. പക്ഷെ 0 ആയാൽ കുഴപ്പമില്ല. അതിന് എക്സാമ്പിൾ ആണ് പുഷ് ഓർ പുൾ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? 180ക്കും 90ക്കും എന്തായിരിക്കണം? ഇടയിലായിരിക്കണം. ഇതിന് എക്സാമ്പിൾ ആണ് എന്ത്? ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക്. അതുപോലെ തന്നെ ഗ്രാവിറ്റി, മുകളിലോട്ട് പോകുന്ന ഒരു ബോഡിനെ, മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുന്ന ഒരു ബോഡിനെ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ഇതാണ് വർക്ക്, ടൈപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജിയാണ്. എനർജി എന്ന് വെച്ചാൽ വർക്ക് ചെയ്യാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് വിളിക്കുന്നത്.
എബിലിറ്റി ടു ഡു വർക്ക് ചെയ്യാനുള്ള ഒരു വസ്തുവിന്റെ കഴിവാണെന്ന് പറയുന്നത് എനർജി. അപ്പൊ എനർജി ഉണ്ടെങ്കിൽ ഒരു വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വയ്യാതെ കിടക്കുന്ന അമ്മാവനെ പിടിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ വർക്ക് ചെയ്യോ? ഇല്ല, കാരണം അമ്മാവൻ എന്തില്ല, എനർജി ഇല്ല. അപ്പൊ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ എനർജിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൈനറ്റിക് എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മോഷൻ മൂലം അതിന് കിട്ടുന്ന എനർജിനെ കൈനറ്റിക് എനർജി എന്നും, ഒരു വസ്തുവിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെയിൻ മൂലം കിട്ടുന്ന എനർജിനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് എനർജിനെ കുറിച്ചാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു ബോഡിയുടെ മോഷൻ മൂലം അതിന് കിട്ടുന്ന എനർജിയാണെന്ത്? കൈനറ്റിക് എനർജി. ശ്രദ്ധിക്കുക, ഒരു ബോഡി ആ ബോഡിയുടെ മാസ് എം ആണ്. ആ ബോഡിക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെ ആ ബോഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു. എക്സ് ആണ് അത് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എക്സ്. അതിന്റെ വെലോസിറ്റി വി ആയിട്ട് മാറി. എങ്കിൽ ഞാനിവിടെ ചെയ്ത എന്ത് കണ്ടുപിടിക്കുന്നു? വർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. മക്കളെ, വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഒരു സംഗതി ഉണ്ട്, എന്താണ്? കോസ് തീറ്റ. ഓക്കെ, നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ എന്താണ്? എം ഇൻറ്റു എ. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി തീറ്റ എന്താണ്? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് എന്ത് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത്. എങ്കിൽ തീറ്റ എത്ര ആയിരിക്കും? 0 ഡിഗ്രി അല്ലെ? ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, ബോഡി ഇങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു എന്ത് കിട്ടി? എക്സ് കിട്ടി. ഇനി ഞാനിവിടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നു. ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ വി നോ ദാറ്റ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax. ഇനിഷ്യലി ബോഡി എന്തിലാ? ഇനിഷ്യലി ബോഡി റെസ്റ്റിലാ. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0. ദെൻ ഇവിടുന്ന് എക്സ് കണ്ടുപിടിച്ച് എക്സ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് യു സ്ക്വയർ 0 ആയതുകൊണ്ട് ഓക്കെ എഴുതേണ്ടായിരിക്കില്ല. ഡിവൈഡ് ബൈ എന്തായി? 2a. ദെൻ വർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ ഇൻറ്റു എക്സിന് വരെ എന്താണ്? വി സ്ക്വയർ ബൈ 2a. ഇത് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്ന് കിട്ടി. ഈ വർക്ക് ഞാൻ ഈ ബോഡിക്ക് വർക്ക് ചെയ്തപ്പോൾ ബോഡി എന്ത് ചെയ്തു? മൂവ് ചെയ്തു. ബോഡിക്ക് ഞാൻ വർക്ക് ചെയ്തപ്പോൾ ബോഡി എന്ത് ചെയ്തു? മൂവ് ചെയ്തെങ്കിൽ ഈ വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? എനർജി ആയിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു? കൈനറ്റിക് എനർജി ആയിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. അപ്പൊ ബോഡിക്ക് ഇവിടെ വർക്ക് കൊടുത്ത ബോഡി എന്ത് ചെയ്തു? മൂവ് ചെയ്തെങ്കിൽ ഞാൻ കൊടുത്ത വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്ത് എനർജിയാണ്? കൈനറ്റിക് എനർജി. എങ്കിൽ എന്തായിരിക്കും കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ബോഡിയുടെ വി വെലോസിറ്റിയിൽ പോകുന്ന എം മാസുള്ള ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എന്തായിരിക്കും? ബി സ്ക്വയർ ആയിരിക്കും അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂൾ തന്നെയാണ്. കാരണം വർക്കാണ് എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് വർക്ക് എനർജി തിയറം ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക് എനർജി തിയറം ആണ്. വർക്ക് എനർജി തിയറം എന്താണെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു ബോഡി ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബോഡിക്ക് ഇപ്പൊ എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. ഈ ബോഡിയിലോട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ ബോഡിയുടെ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. ഇനി ബോഡി ഇങ്ങോട്ട് വരുന്നു, ഞാൻ ഫോഴ്സ് കൊടുത്ത് ബോഡിനെ പിടിച്ചു നിർത്തുവാണെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അതായത് ഒരു ബോഡി എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ഞാൻ ഫോഴ്സ് കൊടുത്താൽ ആ ബോഡിയുടെ കൈനറ്റിക് എനർജി കൂടാനോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കുറയാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബോഡിക്ക് ഞാൻ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് അല്ലെങ്കിൽ കൈനറ്റിക് ഇനിഷ്യലി ഒരു കൈനറ്റിക് എനർജി ഉള്ള ബോഡിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായ വർക്ക് അല്ലെങ്കിൽ എനർജി എവിടുന്ന് കിട്ടി? ഞാൻ കൊടുത്ത വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഉദാഹരണം, ഒരു 500 ജൂളിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ബോഡി, കൈനറ്റിക് എനർജി 500 ജൂളാണ്. ഞാനൊരു ഫോഴ്സ് കൊടുത്തു. ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്ക് ഈ 500 ജൂൾ കൈനറ്റിക് എനർജി എത്ര ജൂളായിട്ട് മാറി? 750 ജൂളായി മാറിയെങ്കിൽ
ഈ 250 ജൂൾ എനർജി എവിടുന്നാ കിട്ടിയത്? ഞാൻ ചെയ്ത വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? എനർജി ആയിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. ഇതിനൊരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ഉണ്ട്. അപ്പോൾ വർക്ക് എനർജി തിയറം പറയുന്നത് നമ്മളൊരു ബോഡിയിലോട്ട് വർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും. ഇതിന്റെ പ്രൂഫ്, മാത്തമാറ്റിക്കൽ പ്രൂഫ് നോക്കാം, ശ്രദ്ധിക്കുക. ഇനിഷ്യലി ഒരു ബോഡി ഉണ്ട്, ബോഡിയുടെ മാസ് എം ആണ്. ഇനിഷ്യലി അത് മൂവ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി എന്താണ്? യു. ആഫ്റ്റർ എ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞപ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിട്ട് മാറി? വി ആയിട്ട് മാറി. ഓക്കെ, എങ്ങനെ വി ആയിട്ട് മാറിയത്? ഞാൻ ബോഡിക്ക് എന്ത് കൊടുത്തു? ഒരു ഫോഴ്സ് കൊടുത്തു. ഫോഴ്സ് കൊടുത്ത് ബോഡിയുടെ വെലോസിറ്റി എന്ത് ചെയ്തു? ചേഞ്ച് ആയി. കാരണം ബോഡിയുടെ വെലോസിറ്റിക്ക് ചേഞ്ച് ആകാൻ നമ്മൾ എന്ത് കൊടുത്തു? ഫോഴ്സ് കൊടുത്തു. ഫോഴ്സ് കൊടുത്താൽ ഉറപ്പായിട്ടും ബോഡിയുടെ എന്തും ചേഞ്ച് ആയിരിക്കും, വെലോസിറ്റി ചേഞ്ച് ആയിരിക്കും. ഇതെവിടെ നമ്മൾ പഠിക്കുന്നതാണ്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലേ? എങ്കിൽ ഞാൻ ഇവിടുത്തെ വർക്ക് കണ്ടുപിടിക്കുന്നു. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു മുമ്പത്തെ പോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്. എഫ് ഈസ് ഈക്വൽ ടു അറിയാം, എം എ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വി നോ ദാറ്റ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax. ഇക്വേഷൻ ഓഫ് മോഷൻ, വെലോസിറ്റി, പൊസിഷൻ, റിലേഷൻ. ഇവിടുന്ന് എക്സിനെയോ എനെയോ കണ്ടുപിടിക്കുക. രണ്ടിനെ കണ്ടുപിടിക്കുക. ഏതെങ്കിലും എനെ കണ്ടുപിടിച്ചാലും ആൻസർ കിട്ടും, ഈ എക്സിനെ കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. നമുക്ക് തൽക്കാലം എക്സിനെ കണ്ടുപിടിക്കുക. എക്സ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ, ഈ യു സ്ക്വയർ കൊണ്ട് വരുമ്പോൾ എന്താവും? മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a. എക്സിന്റെ വാല്യൂ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഓക്കെ, ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേ. അപ്പൊ എന്ത് കിട്ടും? ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താവും? 2a ആവും. ഓക്കെ, വെട്ടിക്കളയാം. അപ്പൊ എന്ത് കിട്ടിയെന്ന് നോക്കിയേ. എം ബി സ്ക്വയർ മൈനസ് എം യു സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ 2. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കൂടെ, 1/2. കാരണം നമുക്ക് എ പ്ലസ് ബി ബൈ സി എന്ന് പറയുന്നത് എ ബൈ സി പ്ലസ് എന്താണ്? ബി ബൈ സി ആണ്. എങ്കിൽ ഇതെന്താണ്? എം ബി സ്ക്വയർ ബൈ 2 മൈനസ് എന്താണ്? എം ബി സ്ക്വയർ ബൈ എന്താവും? എം യു സ്ക്വയർ ബൈ എന്താവും? 2 ആവും. അതായത് ഹാഫ് എം ബി സ്ക്വയർ മൈനസ് എന്താണ്? ഹാഫ് എം യു സ്ക്വയർ. എന്താ മക്കളെ ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറയുന്നത്? അതെ, ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി വി ആണെങ്കിൽ എങ്കിൽ എന്തായിരിക്കും അവിടുത്തെ കൈനറ്റിക് എനർജി? ഹാഫ് എം ബി സ്ക്വയർ. അപ്പൊ ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറയുന്ന ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് എന്താണ്? ഹാഫ് എം യു സ്ക്വയർ. ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി യു അല്ലേ? എങ്കിൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് എം യു സ്ക്വയർ. അപ്പോൾ എന്താണ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി? അപ്പൊ നോക്കിയാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് എന്താണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് വർക്ക് എന്നുള്ളത് എന്തെന്ന് കിട്ടി? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. അപ്പൊ വർക്ക് എനർജി തിയറം പറയുന്നത് ഒരു ബോഡിയിലോട്ട് നമ്മൾ കൊടുക്കുന്ന വർക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യും? അതിന്റെ കൈനറ്റിക് എനർജി ചേഞ്ച് ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇതാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു ബോഡിയുടെ പൊസിഷൻ മൂലമോ സ്ട്രെയിൻ മൂലമോ, ഇപ്പൊ പൊസിഷൻ മൂലം നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്കിൽ കിടക്കുന്ന വെള്ളത്തിന് എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിന്റെ പൊസിഷൻ മൂലം ആയിട്ടിരിക്കുന്ന എനർജിയാണ്. അതുപോലെ ഡാമിൽ കിടക്കുന്ന വെള്ളത്തിന്റെ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. തെങ്ങിൽ കിടക്കുന്ന തേങ്ങയുടെ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. മാവിൽ കിടക്കുന്ന മാങ്ങയുടെ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇതിനൊക്കെ എനർജി ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ മാങ്ങ ഞെട്ടിട്ട് വീഴുമ്പോൾ താഴോട്ട് വീഴത്തില്ലേ? അത് എന്തുകൊണ്ടാണ്? എനർജി ഉള്ളതുകൊണ്ടാണ്. പൈപ്പ് തുറക്കുന്നതിന് വെള്ളം താഴോട്ട് പോകത്തില്ലേ? എന്തുകൊണ്ടാണ്? എനർജി ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഡാമിലെ വെള്ളം ഉപയോഗിച്ചല്ലേ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അതായത് അവിടുത്തെ ഡാമിൽ കിടക്കുന്ന വെള്ളത്തിന്റെ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ എനർജി എന്ത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഒരു ബോഡി അതിന്റെ പൊസിഷൻ മൂലം അല്ലെങ്കിൽ അതിന്റെ സ്ട്രെയിൻ മൂലം, സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് സ്പ്രിങ്ങിന്റെ കേസ് എടുക്കാം. സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇപ്പൊ എന്തുണ്ട്? എനർജി ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ റിലീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചാടിപ്പോകുന്നത് അല്ലെ? അപ്പൊ സ്പ്രിങ്ങിനകത്ത് എന്തുണ്ട്? എനർജി ഉണ്ട്. അത് എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് പൊസിഷൻ മൂലം കിട്ടുന്നതല്ല, അതിന്റെ സ്ട്രെയിൻ മൂലം അതിന് കിട്ടുന്ന എനർജിയാണെന്ത്? സ്പ്രിങ്ങിന്റെ കേസിൽ സ്ട്രെയിൻ മൂലമാണ് എന്ത് കിട്ടുന്നത്? പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി പറയുന്നത് ഒരു ബോഡിയുടെ പൊസിഷൻ മൂലമോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെയിൻ മൂലമോ കിട്ടുന്ന എനർജിയാണെന്ത്? പൊട്ടൻഷ്യൽ എനർജി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ചാണ്. അത് ആ ബോഡിയുടെ പൊസിഷൻ മൂലം കിട്ടുന്ന എന്താണ്? എനർജിയാണ്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതെങ്ങനെ വന്ന് നോക്കാം. ഒരു ബോഡി സർഫസിലിരിക്കുന്നു. ഈ ബോഡിയെ ഞാൻ എച്ച് ഹൈറ്റിൽ എന്ത് ചെയ്യുന്നു? എച്ച് ഹൈറ്റിൽ കൊണ്ടുപോകും. ഒരു ബോഡിനെ, സർഫസിലിരിക്കുന്ന ബോഡിനെ എച്ച് ഹൈറ്റിൽ കൊണ്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വർക്ക് ചെയ്യണം.
ഓക്കെ, ഞാൻ എന്തിനെ അഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mgക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം? വർക്ക് ചെയ്താണ് ബോഡി എന്ത് ചെയ്യുന്നത്? മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. എങ്കിൽ ഞാൻ ചെയ്ത വർക്കിനെ ഇവിടെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഞാൻ ചെയ്ത വർക്ക് കണ്ടുപിടിക്കുന്നത് എർത്ത് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഞാൻ ചെയ്ത വർക്കാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. വർക്ക് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു എന്താണ്? കോസ് തീറ്റയാണ്. ഇവിടെ തീറ്റ എന്തായിരിക്കും? ഞാൻ ചെയ്ത വർക്കാണ്, ഞാൻ ബോഡി മുകളിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ തീറ്റ എന്തായിരിക്കും? 0. ഫോഴ്സ് എന്തായിരിക്കും? എന്തിനെ അഗൈൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? mgക്ക് അഗൈൻസ്റ്റ് ആയിട്ടാണ്. അപ്പൊ ഫോഴ്സ് നമുക്ക് എന്താണ് കൊടുക്കാം? mg എന്ന് തന്നെ കൊടുക്കാം. ഡിസ്പ്ലേസ്മെന്റ്, എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോന്നു ഇവിടെ മുതൽ ഇവിടം വരെ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്തെന്ന് വിളിക്കാം? h എന്ന് വിളിക്കാം. എങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്? w is equal to mgh. ഇനി ഇത് ഗ്രാവിറ്റി എന്ന വർക്കാണെങ്കിലോ? ബോഡി മുകളിലോട്ട് പോകുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിട്ടാണ്. ഗ്രാവിറ്റി എന്ന വർക്കാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മൈനസ് എന്തായിരിക്കും? mgh ആണ് ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടി? ഞാൻ ചെയ്ത വർക്ക് mgh ആണ്. ഈ വർക്ക് ഞാൻ ഇപ്പോൾ ഈ ബോഡിക്ക് ചെയ്ത വർക്ക് ഈ ബോഡിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കും? ഇൻ ദ ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? mgh. അപ്പൊ h ഹൈറ്റിലുള്ള m മാസുള്ള ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? mgh പരിപാടി കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറഞ്ഞുതരാം. ഓക്കെ, എന്താ മക്കളെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഇവിടെ ഞാൻ ഒരു മാസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, ഒരു മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം p is equal to m into v ആണ്. എങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m² v² ബൈ എന്താവും? m ആവും. നോക്കിക്കേ, m² v² എന്താണ്? m² v² എന്ന് പറയുന്നത് എന്താണ്? p² ആവും ബൈ എന്താണ്? m. കാരണം m into v എന്താണ്? p ആണെങ്കിൽ m² v² എന്തായിരിക്കും? p² ആയിരിക്കും. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? p² ബൈ 2m വന്നു. ഇവിടുന്ന് p is equal to എന്തായിരിക്കും? ഈ 2m അങ്ങോട്ട് പോകുമ്പോൾ 2m ഇൻറ്റു കൈനറ്റിക് എനർജിയുടെ എന്തെടുത്താൽ മതി? റൂട്ട് എടുക്കുക. p² അല്ലേ? അപ്പൊ എന്ത് കിട്ടും? ഇതാണ് മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ഇപ്പൊ ഒരു ബോളിനെ നമ്മൾ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? താഴോട്ടിടുന്നു. മുകളിലെ എനർജിയും എന്താണോ മുകളിലത്തെ എനർജി അത് തന്നെയായിരിക്കും ഇത് താഴോട്ട് വീഴുമ്പോൾ ഓരോ പോയിന്റിലെ എനർജി എന്ന് പറയുന്നത്. അതായത് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി. അപ്പൊ എന്താ ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ച 2 എനർജി ഉണ്ട്. അതൊക്കെയാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. ഈ എനർജിനെ നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ഒരു ബോഡിയുടെ മുഴുവൻ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും, കൺസർവ് ആയിരിക്കും, റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി മോഷൻ. മനസ്സിലായോ? അതായത് ഒരു ബോഡി താഴോട്ട് വീഴുമ്പോൾ ഏത് പോയിന്റ് എടുത്താലും അത് താഴോട്ട് വീഴുന്ന ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി മോഷൻ. ആ മോഷനിൽ മുഴുവനും അതിന്റെ മെക്കാനിക്കൽ എനർജി എന്തായിരിക്കും? കൺസർവ് ആയിരിക്കും, സംരക്ഷിക്കപ്പെടും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത്. ഇതിനൊരു പ്രൂഫ് ഉണ്ട്, എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ പ്രൂഫ് ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രൂഫ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, അതെങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് ഒരു ബോഡി ഇനിഷ്യലി റെസ്റ്റിലാണ്, അതിരിക്കുന്നത് സർഫസിൽ നിന്നും h ഹൈറ്റിലാണ്. ഓക്കെ, ആ പോയിന്റിനെ എന്ന് വിളിക്കുന്നു. ദെൻ ഇതിനെ എങ്ങോട്ട് പോകുന്നു? താഴോട്ട് ഫ്രീ ഫാൾ ചെയ്യുന്നു. അങ്ങനെ അടുത്തൊരു പോയിന്റ് ഞാൻ എടുത്തു, ആ പോയിന്റ് ബി എന്ന് വിളിച്ചു. ദെൻ പിന്നെ ഇതായിട്ട് വീഴും. ഇത് സർഫസിൽ ടച്ച് ചെയ്യുന്ന തൊട്ട് മുമ്പത്തെ പോയിന്റ് എടുക്കുന്നു. സർഫസിൽ ടച്ച് ചെയ്യുന്നതിനുള്ള തൊട്ട് മുമ്പത്തെ പോയിന്റ് സി എന്ന് വിളിക്കുന്നു. ലോ ഓഫ് കൺസർവേഷൻ എനർജി വെച്ചിട്ട് എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റിലും ആ ബോഡിയുടെ ടോട്ടൽ എനർജി എന്തായിരിക്കണം? തുല്യമായിരിക്കണം. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അറ്റ് പോയിന്റ് എ വി നോ ദാറ്റ് എന്താണ് അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി പ്ലസ്
പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ബോഡി ഇനിഷ്യലി റെസ്റ്റിലല്ലേ, എങ്കിൽ ബോഡിയുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനിഷ്യലി ബോഡി റെസ്റ്റിലായതുകൊണ്ട് ബോഡിയുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. എങ്കിൽ എന്തായിരിക്കും ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്? നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh. h എന്ന് പറയുന്നത് ഹൈറ്റ്, m എന്ന് പറയുന്നത് ബോഡിയുടെ മാസ്. ഈ ബോഡിയുടെ മാസ് എന്താണ്? m. g എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എന്ത് കിട്ടും? mgh. സിമ്പിൾ. then total energy is equal to mgh. അപ്പോൾ എയിൽ mgh ആണെങ്കിൽ ബിയിലും സിയിലും എന്ത് തന്നെയായിരിക്കും? mgh ആയിരിക്കും. അഥവാ ഡെറിവേഷൻ എവിടെയെങ്കിലും നിങ്ങൾ തെറ്റിപ്പോവാണെങ്കിൽ ആൻസർ എങ്കിലും എഴുതി വെക്കുക. പോയിന്റ് ബിയിലും mgh ആണ്, പോയിന്റ് സിയിലും എന്താണ്? mgh ആണ്. നമുക്കിനി പോയിന്റ് ബിയിലെ കേസ് എടുക്കുക. പോയിന്റ് ബി, അറ്റ് പോയിന്റ് ബി ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു സ്റ്റെപ്പ് അത് തന്നെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ബോഡിക്ക് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കാരണം ബോഡിക്ക് ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് മൂലം എന്ത് കിട്ടും അതിന്? പൊട്ടൻഷ്യൽ എനർജി. ബോഡി മൂവ്മെന്റിലുമാണ്, അപ്പോൾ ബോഡിക്ക് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. നമുക്ക് ആദ്യം എടുത്ത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. മക്കൾ എന്താ കൈനറ്റിക് എനർജി ഇക്വേഷൻ? ഹാഫ് mv². ഈ v എന്ന് പറയുന്ന ബോഡിയുടെ ഇവിടുത്തെ വെലോസിറ്റി ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? v² = u² + 2x. നിങ്ങൾ മുമ്പ് 2 ഡെറിവേഷനകത്തും ആ സംഗതി ചെയ്തു. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാനും നിങ്ങൾ സെയിം ഇക്വേഷൻ എടുത്തു. ഇവിടെ അത് തന്നെ v² = u² + 2ax. v കണ്ടുപിടിക്കേണ്ട ആള്. ഓക്കെ, u എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. ബോഡി ഇവിടെ നിന്നല്ലേ യാത്ര തുടങ്ങിയത്. ഇനിഷ്യലി ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. ഇത് ബോഡി സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് x എന്ന് വിളിക്കാം. a മുതൽ b വരെ x ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ u എന്തായിരിക്കും? 0. x എന്തായിരിക്കും? x തന്നെ. v നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളാണ്. a എന്തായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എന്ത് കിട്ടി മക്കളെ? നോക്കിക്കേ എന്ത് കിട്ടിയെന്ന് നോക്കിയേ. v² = u² പ്ലസ് u² എന്താണ്? 0 ആണ്. 2gx എന്താണ്? x തന്നെ. then ഇത് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. then kinetic energy is equal to half m2gx. എന്ത് കിട്ടി? mg എന്ത് കിട്ടി? x എന്ന് കിട്ടി. mgx. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. എന്താ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്? mg. ഈ ഹൈറ്റ് എന്താ മക്കളെ? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് എന്തായിരിക്കും? ഇവിടെ മുതൽ ഇവിടം വരെ h. ഇത് x ആണെങ്കിൽ ഇതെന്തായിരിക്കും? h - x. mg × h മൈനസ് എന്താണ്? x. അപ്പൊ എന്ത് കിട്ടി? mgh മൈനസ് എന്താണ്? mgx. ഇട്ട് കൊടുത്തേ. ടോട്ടൽ എനർജി നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. എന്താ കൈനറ്റിക് എനർജി? എന്ത് കിട്ടി? mgx പ്ലസ് mgh മൈനസ് mgx. വെട്ടിക്കളഞ്ഞ് എന്ത് തന്നെ കിട്ടി? എന്ത് തന്നെ കിട്ടി? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ഓക്കെ, ലാസ്റ്റ് വൺ. അറ്റ് പോയിന്റ് സി നിങ്ങൾ നോക്കണേ മനസ്സിലാവും. പോയിന്റ് സിയിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. നോക്കിയ സി എന്ന് പറയുന്നത് സർഫസുമായിട്ട് വളരെ ചെറിയ ഡിസ്റ്റൻസിലാണ്. ഹൈറ്റ് ഇല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം mgh എന്തായി? 0 ആയി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈ പോയിന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്താ കൈനറ്റിക് എനർജി? ഹാഫ് mv². എന്താ v² കണ്ടുപിടിക്കും? v² = u² + 2ax. u എന്തുവാ? ഇനിഷ്യലി ബോഡി റെസ്റ്റിലാണ്. a എന്തുവാണ്? g ആണ്. x എന്താണ്? ഹൈറ്റ്. എന്തായിരിക്കും അത്? h ആയിരിക്കും. അപ്പൊ എന്ത് കിട്ടും? v² = 2gh. ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2gh. 2 വെട്ടിക്കളഞ്ഞ് എന്ത് കിട്ടി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് കിട്ടി. എങ്കിൽ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ബോഡിയുടെ ടോട്ടൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്താണ്? mgh. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ടോട്ടൽ എനർജി എന്ത് തന്നെ കിട്ടി? mgh അല്ലേ? നമ്മൾ എന്തായാലും തുടങ്ങിയത് എവിടുന്നായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി മോഷൻ. അറ്റ് പോയിന്റ് എ എന്താണ് ടോട്ടൽ എനർജി? mgh. അറ്റ് പോയിന്റ് ബി
അറ്റ് പോയിന്റ് ബി എന്താണ് ടോട്ടൽ എനർജി mgh. അറ്റ് പോയിന്റ് സി എന്താണ് ടോട്ടൽ എനർജി mgh. എങ്കിൽ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ പ്രൂഫ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. ദ ടോട്ടൽ എനർജി അറ്റ് എ ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ബി ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് സി. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്.